ഹലോ ഗായ്സ്, ഇന്നൊരു കുഞ്ഞ് ഔട്ടിംഗ് വ്ലോഗാണ്. ആഫ്റ്റർ എ ലോങ് ടൈം സൗദി അറേബ്യയിൽ വന്നിട്ട് ഏകദേശം 1 വർഷം ആയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഔട്ടിംഗ് ഒക്കെ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലും പിന്നെ ഇവിടുത്തെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലേസിൽ കൂടിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കമീസ് എന്നാട്ടോ. ഇവിടെ സൗദി അറേബ്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്ഥലം ഫെമിലിയർ ആയിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കടകളിലും ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിരുന്നെങ്കിലും അത്യാവശ്യം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുള്ള വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കമീസ്. അതുമാത്രമല്ല, കൂടുതലും നോൺ സൗദീസ് ആയതുകൊണ്ടും ഇവിടെ മോഷണം ഒരു സ്ഥിര കലാപരിപാടി കൂടിയാണ്. ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ പിന്നീട് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തത്. ഉച്ചയ്ക്ക് ഏകദേശം 2:30 ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കും കുറവായിരുന്നു. നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ നല്ല അഫോർഡബിൾ രീതിയിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ വന്ന ഈ ഒരു ടൈമിൽ ഒട്ടും തിരക്കില്ലാത്തത് കൊണ്ട് എല്ലാ സെക്ഷനിലും ഞങ്ങൾ പോയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കണ്ണ് ആദ്യം പോയത് ഈ ചോക്ലേറ്റിൻ്റെ സെക്ഷൻസിലോട്ടാണ്. കാരണം വേറൊന്നുമല്ല, നാട്ടിൽ പോകുന്ന ടൈം ആകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു സാധനമാണ് ഈ ചോക്ലേറ്റ്സ്. ഷോപ്പിങ്ങിനിടയിൽ ഞാൻ ഗാലക്സിയുടെ ഈ ഒരു ചോക്ലേറ്റ് ഷേക്കും മാച്ചയുടെ കാരമൽ ഷേക്കും ഒക്കെ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പിന്നീട് അവിടുന്ന് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ നിന്ന് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മുന്തിരി എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടേബിളിനടിയിൽ ഇരുന്നിട്ട് ഈ മുന്തിരി കഴിക്കുന്ന വീഡിയോസ് കാണാറുണ്ട്. അങ്ങനെ അത് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് പാക്കറ്റ് എടുത്തു. അപ്പോഴാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ബോൾസ് പോലുള്ള മുന്തിരീസ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത്. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ചത് ഈ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഇത് ഇവിടെയൊക്കെ തീ പിടിച്ച വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. ഇതുകൂടാതെ ആത്തച്ചക്ക, റംബൂട്ടാൻ, അത്തിപ്പഴം, പാഷൻ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ കാണാൻ പറ്റി കേട്ടോ. പിന്നീട് അവിടെ നിന്ന് സ്വീറ്റ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് ട്രൈ ചെയ്യാതെ പോകാൻ ആർക്കും മനസ്സ് വരാറില്ല. കാരണം അത്ര ഭംഗിയിലാണ് കേക്കുകൾ, പേസ്ട്രീസ് എല്ലാം ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ചെറിയൊരു ഷുഗർ കട്ടിലായതുകൊണ്ട് ഒരുപാട് നേരം അവിടെ കിടന്ന് കറങ്ങാൻ സാധിച്ചു. നല്ല ഫ്രഷ് ആയിട്ട് അടിച്ച് വെച്ചേക്കുന്ന ഒരുപാട് ജ്യൂസുകൾ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ ലിൻഡറിൻ്റെ ചോക്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. കഴിക്കാനുള്ള ഫുഡ് പാഴ്സലും വാങ്ങി ഏകദേശം 9 മണിയോടെ ഞങ്ങൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം പാഴ്സൽ വാങ്ങിച്ച കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് ഈ ഒരു പിസ്താഷ്യോൻ്റെ ചോക്ലേറ്റും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ ഇവിടെ അവസാനിപ്പിച്ചു.